പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വല്ലാതെ സങ്കടം തോന്നുകയാണ്. അതായത് ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ട് നമ്മുടെ സഹോദരങ്ങൾ മരിച്ചപ്പോൾ നാട്ടുകാരോട് കൈനീട്ടുകയാണ്. സമാജം പണം കൊടുക്കേണ്ടതുമാണ്. പക്ഷെ അത് അന്നു മുതൽ തുടങ്ങേണ്ടതല്ല. സർക്കാർ തുടങ്ങി വെക്കണം. എന്നിട്ട് ജനങ്ങളോട് പറയണം, നിങ്ങളാൽ പറ്റുന്നത് ചെയ്യൂ എന്ന്. അല്ലാതെ കുടുക്ക പൊട്ടിച്ചതിൻ്റെയും ആടിനെ വിറ്റതിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് അവരിൽ നിന്ന് പണം സ്വീകരിക്കുക. ഇന്നലത്തെ പത്രത്തിൽ, അത് 2024 ഓഗസ്റ്റ് 27 പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഓണത്തിന് ശമ്പളം കൊടുക്കുവാനും ചെലവിനും 5000 കോടി കടമെടുക്കുകയാണ്. കടമെടുത്ത് മുടിഞ്ഞൊരു നാട്, 4 ലക്ഷം കോടി രൂപയുടെ പൊതു കടമുള്ളൊരു നാട്. ഈ നാട് വീണ്ടും വീണ്ടും ശമ്പളം കൊടുക്കുവാൻ കടമെടുക്കുകയാണ്. നമ്മളൊരു കെയറയിൽ കൊണ്ടുവരുവാൻ വേണ്ടി കടമെടുത്താൽ കുഴപ്പമില്ല, ഒരിക്കലും വരാത്താണെങ്കിൽ കൂടി. കാരണം ട്രെയിൻ ഓടിയിട്ട് പൈസ തിരിച്ചു കൊടുക്കാമല്ലോ. ശമ്പളം കൊടുക്കുവാനും ക്ഷേമ പെൻഷൻ കൊടുക്കുവാനും എല്ലാ മാസവും കടമെടുക്കുന്ന ഒരു നാട്. എന്നിട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുക. നോക്കൂ, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന 3 സംസ്ഥാനങ്ങളാണ്. ഒന്ന് പഞ്ചാബ്, പശ്ചിമ ബംഗാള്, കേരളം. ഇതിൽ കേരളമാണ് ഏറ്റവും മുന്നിലുള്ളത്. അതായത് പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് കടമെടുക്കുന്നത് തെറ്റല്ല. ഈ നമ്മുടെ രാജ്യവും പല സ്ഥലത്തും കടമെടുക്കാറുണ്ട്. നമ്മുടെ റോഡുകൾക്ക് വേണ്ടി കടമെടുക്കുന്നു. നല്ല റോഡുകൾ വരുന്നു, ടോള് പിരിച്ചിട്ട് നമുക്കത് തിരിച്ചു കൊടുക്കാൻ കഴിയും. അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുവാനും ശമ്പളം കൊടുക്കുവാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് കടമെടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു ഗതികേടിലേക്ക് നമ്മുടെ നാട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, വ്യവസായങ്ങളുടെ ശവപ്പറമ്പായിട്ട് കേരളം എങ്ങനെ മാറി എന്ന് മലയാളികൾ ചിന്തിക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു വ്യവസായം തുടങ്ങുവാൻ ആളുകൾ താല്പര്യപ്പെടുന്നുണ്ടോ? നമ്മുടെ തമിഴ്നാട് തൊട്ടടുത്ത സംസ്ഥാനമാണല്ലോ. അവിടെ BJP അല്ല ഭരിക്കുന്നത്. അവിടെ ഭരിക്കുന്നത് BJP വിരുദ്ധരായിട്ടുള്ള ആളാണ്. എങ്കിലും അവിടുത്തെ വികസനത്തെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കർണാടക BJPയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്നു. എത്ര തൊഴിലവസരങ്ങളാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ബാംഗ്ലൂരിലേക്കല്ലേ പോകുന്നത്, കർണാടകയിലല്ലേ ബാംഗ്ലൂർ. ഇങ്ങനെ കേരളത്തിലെ കുട്ടികൾ ഇന്ന് വിദേശങ്ങളിലേക്കും ബാംഗ്ലൂരും ഹൈദരാബാദും തേടി പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ ഈ അവസ്ഥയാണ് കാരണം. എല്ലാത്തിനോടും നിഷേധാത്മക സമീപനം പുലർത്തുന്ന, ഒരു വ്യവസായം തുടങ്ങുന്നവനെ ബൂർഷ്വാസിയായിട്ട് കാണുന്ന, എങ്ങനെ അത് പൂട്ടിക്കാം എന്ന് ചിന്തിക്കുന്ന, പണപ്പിരിവുകെട്ട കുത്തൊഴുക്കുകൾ. ഒരു സ്ഥാപനം തുടങ്ങിയാൽ പിറ്റേ ദിവസം മുതൽ വരികയായി രാഷ്ട്രീയക്കാരും തൊഴിലാളി സംഘടനകളും എന്തൊരു അഹങ്കാരത്തോടു കൂടിയാണ് ഇവർ സംസാരിക്കുക. മുതലാളി ഉണ്ടെങ്കിലേ തൊഴിലാളികളുള്ളൂ എന്ന കാര്യത്തെ ബോധ്യപ്പെടണം. ഈ 5000 കോടി രൂപ കടമെടുക്കുന്നു, ഞങ്ങളെ കടമെടുക്കുവാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നു. ഇതൊക്കെ നമ്മൾ മലയാളികൾക്ക് ഭൂഷണമാണോ? എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാകണം. വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു. സർക്കാരിന്റെ കണക്ക് പ്രകാരം 400 പേരാണ് മരിച്ചത്. 400 കോടിയല്ലേ വേണ്ടുള്ളൂ? ഒരാൾക്ക് 1 കോടി കൊടുക്കൂ. നിങ്ങൾ പറയുന്ന സ്ഥലത്തല്ല അവർ താമസിക്കേണ്ടത്, അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് താമസിക്കട്ടെ. ഇപ്പം നമ്മുടെ സർക്കാർ എടുക്കുന്നത് ഒരു മലയുടെ താഴ്വാരത്തിൽ ഒരു 100 ഏക്കർ ഭൂമി എടുത്ത് അവിടെ ഈ പറയുന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്വൈരമായിട്ട് അവിടെ ജീവിക്കാൻ കഴിയും. മല പൊട്ടി ഒഴുകിയിട്ടാണ് ഇത്രയും ആളുകൾ മരിച്ചത്. അവശേഷിക്കുന്ന ആളുകൾ ജസ്റ്റ് ജീവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരാണ്. അവരോട് വീണ്ടും ഒരു മലയുടെ താഴ്വാരത്തിൽ പോയിട്ട് ഞങ്ങളിതാ ഒരു പ്ലാനിങ് സിറ്റി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? മറിച്ച് 1 കോടി രൂപ കൊടുത്തേക്കുക മരിച്ച ആളുടെ ബന്ധുക്കൾക്ക്. എന്നിട്ട് അവരോട് പറയുക, നിങ്ങൾക്കെവിടെയാണോ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ, എവിടെയെങ്കിലും പോയിട്ട് 1 കോടി കൊണ്ട് സുഖമായിട്ട് ഒരു 20 ലക്ഷം രൂപയുണ്ടെങ്കിൽ സ്ഥലം മേടിക്കാം, 30 ലക്ഷം രൂപയ്ക്ക് വീടും ഉണ്ടാക്കാം. കൊട്ടാരമൊന്നും പണിയേണ്ട ആവശ്യമില്ലല്ലോ. 50 ലക്ഷം രൂപ കൊണ്ട് എന്തെങ്കിലും സംരംഭം ചെയ്തോ ബാങ്കിലിട്ടോ അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയും. കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയും. അന്തസ്സോടുകൂടി ജീവിക്കുവാൻ കഴിയും. സർക്കാർ 500 കോടി രൂപയുടെ പദ്ധതി മാത്രമേ വയനാടിന് വേണ്ടുള്ളൂ. എത്ര പേർ മരിച്ചുവോ അത്രയും കുടുംബങ്ങൾക്ക് 1 കോടി വെച്ച് കൊടുക്കണം. 400 പേരുടെ കണക്കുകളാണ് സർക്കാർ പുറത്തുവിട്ടത്. ഇനി മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്കൊരു 700 കോടി രൂപ മതിയാവും. ആ നഷ്ടപ്പെട്ടു പോയ ആ വാർഡുകൾ സാമൂഹ്യ വനവൽക്കരണം സർക്കാർ നടത്തുക. അവിടെ കൊണ്ടുപോയി വീണ്ടും അവരെ താമസിപ്പിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ അവർക്ക് ഓരോ കോടി വെച്ച് കൊടുക്കുക. അവർക്ക് എവിടെയാണോ ഇഷ്ടമുള്ളത് അവിടെ പോയിട്ട് അവർ സ്വസ്ഥമായിട്ട് സ്വൈരമായിട്ട് ജീവിക്കട്ടെ. 50 ലക്ഷം രൂപ കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ വീടും സ്ഥലവും തിരിച്ചു പിടിക്കാം. 50 ലക്ഷം കൊണ്ട് അവർക്ക് ഭാവിയിൽ ജീവിക്കുവാനും കഴിയും. അങ്ങനെയുള്ളൊരു സങ്കല്പം വെച്ചാൽ തന്നെ നമ്മുടെ നാട്ടിൽ മാക്സിമം ആവശ്യമുള്ളത് 500 കോടിയാണ്. ഈ 2000 കോടി രൂപയുടെ പാക്കേജ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് സമാജത്തെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു അപകടം ദുരിതം നടക്കുമ്പോൾ കോടികൾ വാരി വിതറുവാൻ കഴിയുന്ന ഒരു ഖജനാവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്.
അന്ന് മുതൽ നമ്മൾ ഭിക്ഷാടനം തുടങ്ങിയാണ്. നാട്ടുകാരോട് പറയാണ് പറ്റുന്നത് ചെയ്യൂ, ഉദ്യോഗസ്ഥന്മാരോട് സാലറി ചാലഞ്ച്, നിങ്ങളുടെ പണം കട്ട് ചെയ്ത് ചെയ്യൂ. ഇങ്ങനെയാണ് ഒരു ഭരണകൂടം. എന്ത് സുരക്ഷിത ബോധമാണ് പൗരന്മാർക്ക് ഉണ്ടാവുക? അവൻ്റെ അഭിമാനത്തിന് നേരെയുള്ളൊരു വെല്ലുവിളിയല്ലേ ഭരണകൂടം ചെയ്യുന്നത്? 3.5 കോടി ജനങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് ഭരണകൂടം ചെയ്യുന്നത്. ഒരാപത് ഘട്ടത്തിൽ സഹായിക്കുവാനുള്ള ഒന്നുപോലും ശേഷിക്കുന്നില്ല ഖജനാവിൽ. ഞങ്ങളുടെ കയ്യിൽ ചില്ലിക്കാശില്ല, പിച്ചച്ചട്ടിയാണുള്ളത് എന്ന് പറയുന്ന ഒരു ഭരണകൂടം നമുക്ക് അഭിമാനമാണോ? അതുകൊണ്ട് തിരുത്തണം. എവിടെയാണ് മിസ്റ്റേക്കുകൾ പറ്റിയത്? ആർഭാടങ്ങൾ. ഒരു മന്ത്രിക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫുണ്ട്? അവർ 2.5 വർഷം ജോലി ചെയ്തിട്ട് മരണം വരെ അവർക്ക് പെൻഷൻ കൊടുക്കുന്നു. അങ്ങനെ ഒരു മന്ത്രി ഒഴിഞ്ഞു പോകുമ്പോൾ ഇടതുപക്ഷത്ത് 50 പേഴ്സണൽ സ്റ്റാഫും മിനിമം ഉണ്ടാവും. എത്ര മന്ത്രിമാരുണ്ട്? ആ മന്ത്രിമാർക്കെല്ലാം കൂടി, അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെല്ലാം കൂടി ഒരു മാസം കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് ചിലവഴിക്കുന്ന എത്ര? ഭരണപരിഷ്കാര കമ്മീഷനെ ഉണ്ടാക്കി PS അച്യുതാനന്ദനെ ഒതുക്കാൻ വേണ്ടിയിട്ട് എത്ര കോടികൾ ചിലവായി? എത്ര പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചു? എന്തായിരുന്നു കേരളത്തിൽ കിട്ടിയ ഉപകാരം? ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ത് ചെയ്തു എന്ന് അദ്ദേഹത്തിനും അറിയില്ല, നമുക്കും അറിയില്ല. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കണം. എന്നിട്ട് അഭിമാനമുള്ള ഒരു ജനതയായിട്ട് കേരളത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അഭിമാനമുള്ളൊരു ഭരണകൂടം ഉണ്ടാകണം എന്നറിയുക. നന്ദി, നമസ്കാരം.